സിനിമാ കാര്യങ്ങളിൽ ക്യാമറയുടെ പ്രവർത്തനങ്ങളെ വീണ്ടും നമുക്ക് അടുത്തറിയാം. എൻ്റെ കളക്ഷനിലൊരു ക്യാമറ ഇരിപ്പുണ്ട്. അത് 1925 കാലഘട്ടങ്ങളിൽ മാനുഫാക്ചർ ചെയ്ത ഐമോ എന്ന് പറഞ്ഞ ക്യാമറയാണ്. ബെലൻഡോൽ എന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രൊജക്ടേഴ്സും ക്യാമറാസും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു ക്യാമറയാണ് ഈ ഐമോ എന്ന് പറഞ്ഞ ക്യാമറ. അതായത് എയർഫ്ലെക്സ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്യാമറയാണ്. 90% വേൾഡ് വാർ ഫുട്ടേജ് മുഴുവനും ഷൂട്ട് ചെയ്തത് ഈ ഐമോ എന്ന് പറഞ്ഞ ഈ ക്യാമറയിലാണ്. അപ്പോൾ ഐമോയുടെ ഒരു പ്രത്യേകത എന്താണെന്നാൽ അത് സ്പ്രിങ് മൗണ്ടാണ്. അതായത് നമ്മൾ ഈ പഴയ ക്ലോക്കിനൊക്കെ കീ കൊടുക്കുന്ന പോലെ വൈൻഡ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്താൽ കുറച്ച് സമയം ഓടും. അതായത് ഏതാണ്ട് ഒരു 10-20 അടി ഫിലിം ഓടുന്ന ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും വൈൻഡ് ചെയ്യണം. പിന്നെ 3 ലെൻസ് ഉണ്ട്. നമുക്ക് ലെൻസ് അപ്പോൾ മാറ്റാം. അത് എന്തുകൊണ്ടാണ് അവർ അത് പ്രിഫർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വാർ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്യാമറയ്ക്ക് ബാറ്ററി കിട്ടിയില്ലെന്ന് വരും, അല്ലെങ്കിൽ കേബിൾ കട്ടായി പോയെന്ന് വരും. അപ്പോൾ അത്യാവശ്യം ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നടന്നൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതാകുമ്പോഴത്തേക്ക് ബാറ്ററി ഒന്നും വേണ്ട, കറണ്ടും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ മാൻ പവർ കൈ കൊണ്ട് വൈൻഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഡേ ലൈറ്റ്സ് ലോഡിങ് സ്പൂളാണ്. അപ്പോൾ അതിന് ഡാർക്ക് റൂമൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട. ആ സ്പൂളിൽ എടുത്ത് ഇതിലിട്ട് കഴിഞ്ഞ് അത് വേറൊരു സ്പൂളിലേക്ക് പോകും. ഫീൽഡിൽ പോകുന്നവർ ഈ ക്യാമറ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതിനായിട്ട് പ്രത്യേകം ഡാർക്ക് റൂമോ അല്ലെങ്കിൽ ചേഞ്ചിങ് ബാഗോ അങ്ങനെ ഇതൊന്നും ആവശ്യമില്ല. ഫിലിം ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ, കാരണം എല്ലാം 100 അടി സ്പൂളായിട്ടാണ് വരുന്നത്. ന്യൂസ് കവറേജിനൊക്കെ ഇപ്പോൾ ഫിലിം ഡിവിഷനിലെ ന്യൂസ് കവറേജിന് മുഴുവനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഈ ഐമോ ക്യാമറയിലാണ് ഉപയോഗിച്ചത്. ചെന്നൈയിലെ ആനന്ദ് സിനി സർവീസിൻ്റെ പ്രധാന ഓഫീസിലേക്ക്. ഇതാണ് BL4 ക്യാമറ. BL4 ക്യാമറയുടെ പ്രത്യേകത, നമ്മൾ നേരത്തെ മിച്ചൽ ക്യാമറ കണ്ടു, പിന്നെ 2C ക്യാമറ കണ്ടു. 2C ക്യാമറ യൂസ് ചെയ്യുന്നത് ഔട്ട്ഡോറിൽ, നമ്മൾ ഈ ഡബ്ബിങ്ങൊക്കെ വന്നതിന് ശേഷമാണ് ആ ക്യാമറ യൂസ് ചെയ്യുന്നത്. ഈ BL4 ക്യാമറയുടെ പ്രത്യേകത സൈലൻറ്റ് ക്യാമറയാണ്. ഇത് സൗണ്ട് ഇല്ല അല്ലേ സർ? സൗണ്ട് സിങ്ക് സൗണ്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഡയലോഗും ഇതൊക്കെ എടുക്കുമ്പോൾ ക്യാമറയുടെ സൗണ്ട് ശല്യമാകാൻ പാടില്ല. അപ്പോൾ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണത്. BL4 എന്നാണ് ഈ ക്യാമറയുടെ പേര്. ഇതിൻ്റെ പ്രത്യേകത, മിച്ചലുമായിട്ടുള്ള ഇതിനുള്ള വ്യത്യാസം, മിച്ചൽ ക്യാമറ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്, പക്ഷേ അത് പവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനുള്ള അഡ്വാൻറ്റേജ്, മിച്ചൽ ക്യാമറ ഔട്ട്ഡോറിൽ ഈസി ആയിട്ട് ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇത് കയ്യിലെടുക്കാം. ബാറ്ററി പവറിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എവിടെ വേണമെങ്കിലും ബാറ്ററി ആയിട്ട് ഒരാൾ കൂടെ ഉണ്ടായാൽ മതി, ഈ ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. ഈ ക്യാമറ 87-ലാണ് വരുന്നത്. ഇതിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ സിനിമ വാസ്തുഹാരയാണ്. ക്യാമറാമാൻ സണ്ണി ജോസഫാണ് ഈ ക്യാമറ ആദ്യം യൂസ് ചെയ്തത് വാസ്തുഹാരയ്ക്ക് വേണ്ടിയിട്ട്. ഇദ്ദേഹമാണ് മിസ്റ്റർ വിജയൻ. ഇദ്ദേഹമാണ് ഈ BL ക്യാമറയുടെ അസിസ്റ്റൻറ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്? இது சிங் சவுண்டுக்கு நம்ம இந்தியாவில் பார்த்திங்கன்னா சிங் சவுண்டு வந்து ரொம்ப குறைச்சா தான் பண்ணிகிட்டு இருக்காங்க. பட் சிங் சவுண்டு பண்ணுற எல்லா ஃபிலிமுக்கும் இந்த கேமரா கம்பல்சரி யூஸ் பண்ணுவாங்க. இப்போ வந்து மிக்சர்லாம் கொண்டு போனீங்கன்னா வெளியிலலாம் கேரி பண்ணுறது ரொம்ப கஷ்டம். இது ரொம்ப ஈஸியாக கேரி பண்ணிவிட்டு ரொம்ப ஈஸி ஒர்க் வந்து ரொம்ப லொக்கேஷனில் ரொம்ப ஈஸியாக இருக்கும். ப்ளஸ் வந்து நாய்ஸ் வந்து கொஞ்சம் கூட கேமரா ரன்னிங் நாய்ஸ் வந்து பக்கத்தில் ஆப்ரேட் பண்ணுறவங்களுக்கே கேட்காத அளவுக்கு அவ்வளோ கம்மியாக இருக்கும் அந்த நாய்ஸ். இது நிறைய ஸ்பெஷாலிட்டி இந்த மாதிரி இருக்குது. ഇതിൽ ഇപ്പോൾ அந்த ക്യാമറയുടെ എല്ലാം മാഗസിൻ ഡിഫറെൻ്റാக இருக்குது. இதோட மேகசின் வந்து காமிக்கலாம். இது கரெக்டாக இந்த மேகசின் பேர் வந்து கோஎக்சல் மேகசின். கோஎக்சல் ஆமாம். இப்போ அந்த ARRI3 கேமரா மேகசின்லாம் பார்த்தீங்கன்னா இங்கே இந்த பக்கம் எக்ஸ்போசர் இருக்கும், இந்த பக்கம் அன்எக்ஸ்போசர் இருக்கும். பட் இந்த கேமராவில் அன்எக்ஸ்போசர் இந்த சைடு இருக்கும், அப்படி உள்ளே போயிட்டு எக்ஸ்போசர் இந்த சைடு வந்துடும். ஸோ இந்த மேகசின் வந்து பெல்ட் ஆப்ரேட்டட் மேகசின். பெல்ட் ஆப்ரேட்டட். ஆமாம். ARRI3 எல்லாம் பார்த்தீங்கன்னா கியர் ஆப்ரேட்டிங். இது வந்து பெல்ட் ஆப்ரேட்டிங். ஸோ அது வந்து உங்களுக்கு லெஸ் நாய்ஸ் பெல்ட் ஆப்ரேட் பண்ணும். அது ஸ்பெஷலான இந்த மேகசின்.
ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്കായി മിച്ചൽ ക്യാമറയിലും നേരത്തെ നമ്മൾ കണ്ട ആരി ക്യാമറ 2C ക്യാമറയിലൊക്കെ മാഗസിൻ നമ്മൾ കണ്ടിരുന്നു. അത് ഇവിടെ ഒരു റോ ഫിലിം അതിങ്ങനെ ക്യാമറയിലേക്ക് വന്ന് അടുത്ത സ്ഥലത്തേക്ക് കയറും. അത് ഗിയർ ഓപ്പറേറ്റഡ് മാഗസീനാണ്. ഇതും മാഗസീൻ തന്നെയാണ്. ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ബെൽറ്റ് ഓപ്പറേറ്റഡ് മാഗസീനാണ്. ഈ സൈഡിൽ അൺഎക്സ്പോസ്ഡ് ഫിലിം ഇതിലേക്ക് ഫീഡഡ് ആവും. എന്നിട്ട് തിരിച്ച് എക്സ്പോസ് ചെയ്തതിനു ശേഷം ആ ഫിലിം ഈ സൈഡിലേക്കാണ് കയറുന്നത്. ഈ സൈഡിലേക്ക് ഇതാണ്. മറ്റേത് ഈ സൈഡും ഇങ്ങനെ 2 പോർഷനായിട്ട് ഉണ്ടായിരുന്നത്, ഇത് 2 സൈഡിലായി. അപ്പോൾ ഇത് വളരെ ക്യാമറയ്ക്ക് ഒരു കോമ്പാക്ട് സ്വഭാവം കൊടുത്തു. പ്ലസ് ഗിയർ ഓപ്പറേറ്റഡ് ക്യാമറ ആകുമ്പോൾ മാഗസീൻ ആകുമ്പോൾ അതിന് റണ്ണിങ് സൗണ്ട് ഉണ്ടാവും. ഇത് ബെൽറ്റ് ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് സൗണ്ട് ഇല്ല, നിശബ്ദമായിരിക്കും. ജോലി ചെയ്യുന്നത് അറിയേയില്ല. இது ஃபிலிம் இங்கே கேட்டுன்னு சொல்லி ஒன்று இருக்கும். அந்த கேட்டில் இது பண்ணி இந்த லென்ஸ் வழியாக அதில் எக்ஸ்போஸ் ஆகும். இப்படி இது இங்கே இந்த கேட்டில் இது லாக் பண்ணிட்டா ஸோ இங்கேருந்து எக்ஸ்போஸ் இதுக்குள்ளே எக்ஸ்போஸ் ஆகி ஆனால் அந்த சைடு போயிடும். ഇതിന് മറ്റ് ക്യാമറയ്ക്ക് നമ്മൾ കണ്ട ഒരു റഫ് നേച്ചറല്ല. ഇതെല്ലാം വളരെ സോഫ്റ്റാണ്. അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് മൂവ് ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമുണ്ട്. ഇതിൽ നിന്ന് ഇതിലേക്കൂടെ വന്നിട്ട് അപ്പുറത്തേക്ക് പോകും. BL4 ഞാൻ ഈ ക്യാമറയിൽ ജോലി ചെയ്തിട്ടില്ല. ഇതൊരു പ്രത്യേക തരം ക്യാമറയാണ്. കാണാൻ തന്നെ സാധാരണ ക്യാമറകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ലെൻസിങ്ങിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇതിൻ്റെ ലെൻസ് വി ക്യാൻ യൂസ് എനി ലെൻസ്, സിനിമാസ്കോപ്പ് 35mm എനി ലെൻസ് ഉപയോഗിക്കാം. ഈ വ്യൂ ഫൈൻഡറിൻ്റെ എന്താ പ്രത്യേകത? ഇപ്പം മറ്റു ക്യാമറയിൽ നിന്ന് பார்க்குறதோட ஃப்ரேம் கொஞ்சம் என்லார்ஜாக தெரியுது. அது மற்ற கேமரா பார்த்தீங்கன்னா வியூ ஃபைண்டர் மேக்னிஃபிகேஷன் கம்மி. இது 3 times larger than other cameras. மற்ற நீங்கள் பார்க்கும்போது ஸ்க்ரீனில் பார்க்குற எஃபெக்ட் கேமராமேனுக்கு அந்த ஃபீல் வரும், இதில் கிடைக்கும். സാധാരണ ഈ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ 3 ഇരട്ടി എൻലാർജഡ് ആയിട്ടാണ് ഇതിൻ്റെ വ്യൂ ഫൈൻഡറിൽ നിങ്ങൾക്ക് വിഷ്വൽ കിട്ടുക. അപ്പം ഓൾമോസ്റ്റ് സ്ക്രീനിൽ സിനിമ കാണുമ്പോഴത്തെ എഫക്റ്റ് ക്യാമറാമാന് ഇതിൽ വ്യൂ ഫൈൻഡറിൽ നോക്കുമ്പോൾ തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ വ്യൂ ഫൈൻഡറിൻ്റെ പ്രത്യേകത. മറ്റു നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും സെയിം.